ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോബോട്ടിക് അഫർമേഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ എന്താണ് റോബോട്ടിക് അഫർമേഷൻ? സാധാരണ അഫർമേഷനിൽ നിന്നും എന്താണ് ഇതിനുള്ള വ്യത്യാസം? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റോബോട്ടിക് അഫർമേഷൻ ചെയ്യുന്ന രീതി, അതുപോലെ കുറച്ച് എക്സാമ്പിൾ, ഇത്രയാണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക. ജലദോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആണ് സൗണ്ടിന്റെ ചെറിയൊരു പ്രശ്നം, ഇടയ്ക്ക് ചുമ ഇതൊക്കെ വന്നേക്കാം. അപ്പൊ ഒന്ന് ക്ഷമിച്ചു വിട്ടേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് റോബോട്ടിക് അഫർമേഷൻ നോക്കാം അല്ലെ. ആദ്യം തന്നെ സാധാരണ അഫർമേഷൻ പോലെ തന്നെ നമ്മള് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ മനസ്സിനോട് നമ്മൾ പറയുന്നു. സെൽഫ് ടോക്ക് നടത്തില്ലേ, അതേപോലെ നമ്മൾ പറയുന്നതാണ് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ മനസ്സിലല്ല പറയേണ്ടത്, നമ്മൾ സൗണ്ട് വോയിസ് അവിടെ ഉപയോഗിക്കണം. നമ്മൾ സൗണ്ടില് നമ്മൾ നിരന്തരമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ദിവസം രാവിലെ രാത്രി എന്നൊന്നും അല്ല, എത്ര നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, എപ്പോഴൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ അത്രത്തോളം പറയുമ്പോൾ നമ്മുടെ ശരീരം ഒരു യാന്ത്രികമായിട്ട് ഇതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻ കേട്ട് 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 നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു റീപ്രോഗ്രാം ചെയ്യപ്പെട്ട് അതിനനുസരിച്ചിട്ടുള്ള എനർജികളെ ആഗ്രഹത്തിന് നമ്മൾക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതാണ് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന് റോബോട്ടിക് അഫർമേഷന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. റോബോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? യന്ത്രം അല്ലെ, മെഷീനാണ്. അപ്പൊ മെഷീൻ എന്താ പ്രത്യേകത? അതിന് ക്ഷീണം ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല, അതിന് ചിന്തിക്കാനോ അല്ലെങ്കിൽ വികാരങ്ങളോ ഒന്നും അതിനുണ്ടാവില്ല. അതിലേക്ക് ഒരു പ്രോഗ്രാം കൊടുത്തുവോ, എന്ത് ഇൻപുട്ട് ആണോ കൊടുത്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അത് നമുക്ക് തരും അല്ലെ, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഒരു അഫർമേഷന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. നമ്മുടെ വികാരങ്ങള്, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്താഗതികൾ എന്ന് പറയുന്നത് വളരെ മിനിമം മാത്രം മതി എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾക്കാണ്. അതായത് നമ്മൾ സാധാരണ അഫർമേഷൻ എഴുതുമ്പോൾ, ഞാനത് വ്യത്യാസം പറയുമ്പോൾ പറഞ്ഞുതരാം. സാധാരണ അഫർമേഷൻ എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫീലോട് കൂടി പറയണം, ഫീലോട് കൂടി എഴുതണം എന്നൊക്കെ നമ്മൾ പറയും, വിഷ്വലൈസ് ചെയ്യണം എന്നൊക്കെ പറയും. ഇവിടെ അത് വളരെ മിനിമം മതി. അതുകൊണ്ടാണ് അത് ഒരു യന്ത്രമായിട്ട് നമ്മൾ പറയുന്നത്. യന്ത്രത്തിന് അങ്ങനെയല്ലേ, ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ റോബോട്ട് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനുഷ്യ ശരീരം ഒരു റോബോട്ടായി മാറി ഈ അഫർമേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിന് റോബോട്ടിക് അഫർമേഷൻ എന്ന പേര് വന്നത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് സാധാരണ അഫർമേഷനിൽ നിന്നും റോബോട്ടിക് അഫർമേഷൻ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സാധാരണ അഫർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഇപ്പൊ പറഞ്ഞു നിർത്തിയ അതേ കാര്യം തന്നെ, ഫീലിങ്സ് ആണ് അവിടെ കീ ആയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു അഫർമേഷൻ എഴുതുമ്പോൾ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, രണ്ടിലും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ അത് എഴുതുമ്പോഴും പറയുമ്പോഴും നമ്മൾ ആ ഉള്ളിൽ നിന്ന് അത് ലഭിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണോ ആ സന്തോഷത്തെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതാ? സാധാരണ അഫർമേഷനിൽ. പക്ഷെ റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ റെപ്പിറ്റീഷൻ ഈസ് ദ കീ. അപ്പൊ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീലിങ്സിനല്ല പ്രാധാന്യം. ട്രഡീഷണൽ അഫർമേഷൻ പോലെ ഫീലിങ്സിനല്ല ഇവിടെ പ്രാധാന്യം, എത്ര തവണ ആവർത്തിച്ച് നമ്മൾ ആ വാക്ക് പറയുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, സാധാരണ അഫർമേഷൻ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ അത് പറഞ്ഞുകൊണ്ട് പറയാം, അല്ലെങ്കിൽ നമുക്കത് എഴുതി വെക്കാം അല്ലെ. റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത് വാക്കുകൾ, അതായത് സൗണ്ട് ആയിട്ട് തന്നെ നമ്മൾ പുറപ്പെടുവിക്കണം. ഓരോ അഫർമേഷനും നമ്മൾ മന്ത്രം ഉരുവിടുന്ന പോലെ സൗണ്ട്, അതും ഒരേ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ സൗണ്ട് മോഡുലേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചാൻറ്റ് ചെയ്യണതാണ് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സാധാരണ അഫർമേഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതില് എന്താ പറയാ, ഇപ്പൊ നമ്മള് റെഡിമെയ്ഡും ടൈലർ മെയ്ഡും പോലുള്ള വ്യത്യാസമില്ലേ. ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സ് ആണെങ്കിൽ, റെഡിമെയ്ഡ് ആണെങ്കിൽ എല്ലാവർക്കും നമുക്ക് അത് ധരിക്കാൻ പാകത്തിനും, അതുപോലെ ടൈലർ മെയ്ഡ് ആവുമ്പോ എന്താ, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച്, ഇപ്പൊ ഷോൾഡർ, കഴുത്ത്, ഇതൊക്കെ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും.
അപ്പൊ റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത് ജനറിക് ആണ്. പൊതുവായിട്ടുള്ള എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഈ റോബോട്ടിക് അഫർമേഷൻ എടുത്ത് തട്ടാൻ പറ്റും. അത് ഒരുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ റോബോട്ടിക് അഫർമേഷൻ തന്നെ നമ്മൾ നമ്മുടേതായ ആഗ്രഹത്തിനനുസരിച്ച് പേഴ്സണലൈസ് ചെയ്ത്, അതായത് നമ്മുടേതായ രീതിക്ക് അനുസരിച്ച് നമ്മളത് എത്ര സെന്റൻസുകളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ അതുപോലെ അഫർമേഷൻ ആയിട്ട് എഴുതി വെക്കുമ്പോഴാണ് അത് ട്രഡീഷണൽ അഫർമേഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ സാധാരണ അഫർമേഷനിൽ നിന്നും ട്രഡീഷണൽ അഫർമേഷന്റെ വ്യത്യാസം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പോയിന്റുകളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സാധാരണ അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താണ് ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ റോബോട്ടിക് അഫർമേഷൻ ആവുമ്പോൾ നമ്മൾ റെപ്പറ്റീഷൻ ആണ് അവിടെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ സാധാരണ അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാക്കുകളാൽ അല്ലെങ്കിൽ സൗണ്ട് ആവശ്യമില്ല, സൗണ്ടിൽ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത് സൗണ്ട് മോഡുലേഷൻ അവിടെ നെസസറി ആണ്, അത്യാവശ്യമാണ്. നമ്മൾ ആ വോയിസിൽ തന്നെയാണ് നമ്മളിത് ചാൻഡ് ചെയ്യേണ്ടത്, ഒരേപോലുള്ള ഒരു സൗണ്ടിൽ തന്നെ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവായ ഏത് സാഹചര്യത്തിലും നമുക്ക് റോബോട്ടിക് അഫർമേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാനിത് ശ്രദ്ധിക്കേണ്ട രീതികൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് ഇപ്പോ നമ്മൾ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു 3 കാര്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട് റോബോട്ടിക് അഫർമേഷനിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ അഫർമേഷനും നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ, പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇപ്പോ എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഭയമാണ് എങ്കിൽ ആ ഭയം മാറുന്നു എന്നുള്ളതിലല്ല, ഭയം എന്നുള്ളത് നെഗറ്റീവാണ്. കടബാധ്യതകൾ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് കടം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെ പറയാം, ഭയം മാറുന്നതിനാണെങ്കിൽ ഐ ആം കോൺഫിഡന്റ്, ഞാൻ ധൈര്യശാലിയാണ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാം. കടബാധ്യതകൾ മാറുന്നതിനായിട്ടാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുടെയാണ്, ഇപ്പൊ 2 ലക്ഷം രൂപയുടെ കടമുള്ള ഒരാളാണെങ്കിൽ ഐ ഹാവ് ഇനഫ് മണി, അല്ലെങ്കിൽ എനിക്കൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപ ലഭിച്ചതിന് നന്ദി. അപ്പൊ 2 ലക്ഷം ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നിങ്ങൾ അത് എന്തിനെ മാറ്റുള്ളൂ, നിലവിലുള്ള കടബാധ്യതകൾ മാറ്റാൻ വേണ്ടിയിട്ടേ ആ പണം ഉപയോഗിക്കുള്ളൂ എന്നുള്ളത് അറിയാം. അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ എപ്പോഴും പ്രസന്റിലായിരിക്കണം അത് പറയേണ്ടത്. ഓക്കെ, അതെല്ലാ അഫർമേഷനും അങ്ങനെ തന്നെയാണ്. നമുക്ക് നാളെ ഒരു കാലത്ത് ലഭിക്കും, ഐ വിൽ എന്നുള്ളതല്ല, ഐ ഹാവ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. ഇപ്പോ നിങ്ങൾക്കത് ഉണ്ട്, നിങ്ങൾക്കത് കിട്ടി എന്ന രീതിയിലായിരിക്കണം ആ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത്. അപ്പൊ ഒരു കാര്യം ഓക്കെ ആണല്ലോ, അത് സാധാരണ അഫർമേഷൻ പോലെ തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സ്പെസിഫിക് ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണോ, നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് അത് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയണം. ഇപ്പൊ ഒരു ജോലി ലഭിക്കുന്നു എന്നുള്ളതാണെങ്കിൽ ഐ ഗോട്ട് ദ ജോബ് ഇൻ, എവിടെ, നിങ്ങൾക്കൊരു ജോലി ലഭിച്ചു, എവിടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ പേര് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, ഇനി കൃത്യമായിട്ട് അത് ആ രീതിയിൽ തന്നെ പറയുക. വിവാഹം നടക്കാനുള്ളവർക്കാണെങ്കിൽ എന്റെ വിവാഹം ഉറപ്പിച്ചു, ഓക്കെ, എനിക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയുമായിട്ടുള്ള എന്റെ വിവാഹം ഉറപ്പിച്ചു. അപ്പൊ ആ രീതിയിലെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുക. ഓരോ കാര്യങ്ങൾ, പണത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം, പ്രസന്റിലായിരിക്കണം പറയേണ്ടത്, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിരിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളൂ, റെപ്പറ്റീഷൻ ഈസ് ദ കീ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, റോബോട്ടിക് അഫർമേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് മുഴുവനും എന്താ പറയുന്നേ, ഇതൊരു ലോജിക്കായിട്ടൊന്നും എടുക്കണ്ട, അതിനകത്ത് പറയുന്ന കാര്യത്തേ ഉള്ളൂ, റെപ്പറ്റീഷൻ ആണ്. എത്ര തവണ നമുക്കത് ഉരുവിട്ട് പറയാൻ പറ്റുമോ അത്രയും നല്ലത്. കാരണം റെപ്പറ്റീഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് ഓരോന്ന് പറയുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യോ, അതിന്റെ മീനിങ്ങോ അതിന്റെ ആ ഒരു ഫീലോ ഒന്നും, അതൊക്കെ വളരെ മിനിമം. പക്ഷെ റെപ്പറ്റീഷൻ അതാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വേണ്ട ഒരു കാര്യം. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ഉള്ളൂ, എങ്ങനെയാണ് റോബോട്ടിക് അഫർമേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യേണ്ട രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഗോൾ ലിസ്റ്റ് ഇല്ലേ, ഇനി ഗോൾ ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ലാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളൊരു ആഗ്രഹം, സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ നിന്നും ഒരു ആഗ്രഹം മാത്രം ചൂസ് ചെയ്യാം. ഒരേ ഒരു ആഗ്രഹം, എല്ലാ ആഗ്രഹവും കൂടിയല്ല. ഇതും ആ ഡിഫറൻസിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. സാധാരണ നമ്മൾ അഫർമേഷൻ ബുക്കിലേക്ക് എഴുതുമ്പോൾ ഒന്നിലധികം ആഗ്രഹങ്ങളെ നമ്മൾ അഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ റോബോട്ടിക് അഫർമേഷനിൽ നമ്മൾ ഒരേ ഒരു ആഗ്രഹത്തെ മാത്രം ചൂസ് ചെയ്യാം. ഇനി ആ ആഗ്രഹം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഗ്രഹം എന്താണോ
അതിന് അലൈൻ ചെയ്യുന്ന, അതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇത് ഞാൻ എക്സാമ്പിളിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് പറഞ്ഞു തരണേ. ആദ്യം ലക്ഷ്യം തെരഞ്ഞെടുത്തു, ആ ലക്ഷ്യത്തിന് മാച്ചാകുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി നിങ്ങൾ അതിനെ എഴുതി വെക്കുന്നു, അത് പ്രസന്റിൽ എഴുതി വെക്കുന്നു. ക്ലിയർ ആയോ? രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ അഫർമേഷൻ ഉരുവിടുന്നതിന് മുമ്പായിട്ട് ഒരിടത്ത് നമ്മൾ നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നിങ്ങൾ ഇരിക്കുക. ഇരുന്നുകൊണ്ടാണ് ഇത്, നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഒക്കെ പറയാമെന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അതിന്റെ ആ ഒരു എനർജി ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കംഫർട്ടായിട്ട് ഇരിക്കുക. നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഒന്നും ഇതിരിക്കേണ്ട, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാം. പക്ഷെ ആ ബാക്കിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അത് റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ശരിക്കൊരു പുതിയൊരു പാത്ത് വഴി നമ്മുടെ ബ്രെയിൻ തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഇതിനെല്ലാം റീഓർഗനൈസ് ചെയ്ത് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കും ഈ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഈ അഫർമേഷനെ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിനായിട്ട് തയ്യാറാകും. സബ് കോൺഷ്യസ് മൈൻഡ് ഇതാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കും. ഇതാണ് റിയാലിറ്റി, ഇതാണ് ശരി എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയും. അങ്ങനെയാണ് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളെ യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് അതിന് മാച്ചാകുന്ന രീതിയിലുള്ള എനർജി ഫ്ലോ നമ്മളിലേക്ക് വരുന്നത്. ആ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മുഴുവൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. ഇതിന്റെ സക്സസ് സ്റ്റോറീസ് ഒരുപാട് ഉണ്ട് കേട്ടോ, റോബോട്ടിക് അഫർമേഷൻ നടത്തിയിട്ടുള്ളതിന്റെ. എനിക്ക് പോലും അത് ഹസ്ബൻഡിന്റെ ജോലിയുടെ കാര്യത്തിലൊക്കെ ഞാനത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന റോബോട്ടിക് അഫർമേഷനിൽ. അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്കിത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് മാറിപ്പോന്നു അല്ലെ? ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം നമ്മൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്ന് ഇത് പറയുന്നു. ഇനി പറയുമ്പോൾ മനസ്സിലല്ല പറയേണ്ടത്, നമ്മള് സൗണ്ട് എടുത്ത് നമ്മളിത് പറയണം. സൗണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് അലറി പൊളിച്ച് പറയുക എന്നുള്ളതല്ല, തീരെ പതുക്കെയുമല്ല, ഒരു മിനിമം സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ പറയുന്നുണ്ട് ഏക സ്വരത്തില് പറയുക എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിന്റെ പിച്ച് മാറാതെ, ഇപ്പൊ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പതിയെ പതിയെ പറഞ്ഞിട്ട് പിന്നെ ഉറക്കെ ഓളിയം കൂട്ടി പറയേണ്ടതില്ല. ഓളിയം കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് 3-4 തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന്റെ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരേ വോയിസ് മോഡുലേഷനിൽ തന്നെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നാലാമത്തെ കാര്യം, ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, എനിക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാനിപ്പോ അതിനകത്ത് ഐ ആം എ മണി മാഗ്നറ്റ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്, 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോബോട്ട് പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണത് നിരന്തരമായിട്ട്. അപ്പോ അതിനകത്ത് ആ ഒരു കൺസിസ്റ്റൻസി അതിനകത്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഇനി നമ്മൾ എത്ര അഫർമേഷൻ ഇങ്ങനെ പറയാം? ഒരു അഫർമേഷൻ ആക്കിയിട്ട് തന്നെ പറയുകയാണ് നല്ലത്. ഒന്നല്ലെങ്കിൽ മാക്സിമം 2 എണ്ണമേ ചൂസ് ചെയ്യാവുള്ളൂ. ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് 1 അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അതിനെയാണല്ലോ അഫർമേഷൻ എന്ന് പറയുന്നത്. 1 അല്ലെങ്കിൽ 2 അഫർമേഷൻ നിങ്ങൾക്ക് എഴുതി വെക്കാം. ആ 2 അഫർമേഷനിൽ കൂടുതൽ വേണ്ട, 1 അല്ലെങ്കിൽ 2 അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതാണ് ചെയ്യേണ്ടതായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ചൂസ് ചെയ്തു, അതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതി, അതിൽ 1 അല്ലെങ്കിൽ 2 അഫർമേഷൻ മാത്രമായിട്ട് നിങ്ങൾ എഴുതി വെച്ചു, പ്രസന്റിൽ അത് എഴുതി വെച്ചു. നിങ്ങൾ നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് ഒരിടത്ത് നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളിത് ഒരു മന്ത്രം പോലെ നിങ്ങൾ ഇതിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരേ വോയിസ് മോഡുലേഷനിൽ തന്നെ നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും പറയുന്നു. റെപ്പറ്റേഷൻ ഈസ് ദ കീ. അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് റോബോട്ടിക് അഫർമേഷനിൽ. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് എക്സാമ്പിളും കൂടെ മാത്രമേ പറയുന്നുള്ളൂ. റോബോട്ടിക് അഫർമേഷനിൽ ഇപ്പൊ നമ്മൾ പണത്തിന് വേണ്ടിയാണ്, അതായത് കടബാധ്യതകൾ മാറ്റണം, നിലവിലുള്ള ഒരു വീട് വിറ്റ് പുതിയൊരു വീട് വാങ്ങണം, നിലവിലുള്ള സ്ഥലം വിറ്റിട്ട് നിങ്ങൾക്ക് പുതിയൊരു വീട് വെക്കണം,
അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തിനും ബേസ് എന്ന് പറയുന്നത് പണമാണല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് പൊക്കോളൂലോ. അപ്പൊ പണം എന്നുള്ളത് അതാണ് നമ്മൾ പറയുന്നത്. റോബോട്ടിക് അഫർമേഷൻ ജനറിക് ആയിട്ടുള്ള ഏത് സാഹചര്യത്തിലും അപ്ലൈ ചെയ്യാം. വീട് വെക്കണം എന്നുള്ളവർക്ക്, വാഹനം വാങ്ങണം എന്നുള്ളവർക്ക്, ഇപ്പൊ ഒരു ജോലി കൂടിയേ തീരൂ എന്നുള്ളവർക്ക്, റെന്റ് കൊടുക്കാനായിട്ട് പണം ഇല്ല എന്നുള്ളവർക്ക്, കടബാധ്യതയുള്ളവർക്ക്, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, അതിന്റെ ഇൻപുട്ട് എന്താണ്, അല്ലെ? ആ കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പണം വേണം എന്നുള്ളതാണ്. പണം കിട്ടി, പണമാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതാണ് ജനറിക് ആണ് റോബോട്ടിക് അഫർമേഷൻ. അപ്പൊ എന്ത് പറയുക? ഐ എം എ മണി മാഗ്നറ്റ്. ഓക്കെ, ഐ ഹാവ് ഇനഫ് മണി. ഇത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമ്മുടെ എളുപ്പം അനുസരിച്ചിട്ടോ ഇത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ട് സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു. ഓക്കെ, മണി ഫ്ലോസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. നമ്മൾക്ക് എന്താ പറയണേ, വളരെ ഈസി ആയിട്ട് എനിക്ക് പണത്തെ ആകർഷിക്കാൻ സാധിക്കുന്നു. ഐ ലവ് മണി. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ കുറെ പറഞ്ഞു. ഇതിൽ നിന്ന് ഒരു 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, എനിക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഐ എം എ മണി മാഗ്നറ്റ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഈ 2 കാര്യങ്ങൾ മാത്രമേ പറയണമെങ്കിൽ അത് എങ്ങനെ ചാൻഡ് ചെയ്യണം? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിടത്ത് ഇരിക്കുന്നു. ഓക്കെ, ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. 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 ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എത്ര തവണ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ദിവസം എത്ര നേരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാണ് അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം. ഇത് പറയുമ്പോൾ ഞാൻ പണം എന്നിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങള് അത്രയും നമ്മൾ സാധാരണ അഫർമേഷന്റെ അത്രയും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നില്ല. അത്രയും അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തെ ഞാൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ആ വാക്കുകളിലാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, ഞാൻ പണത്തെ ആകർഷിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ ആ വാക്കുകളിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കൂടുതലും എന്നാണ് പറഞ്ഞത്. ഒട്ടും ഫീലിങ്സ് ഇല്ല എന്നല്ല, കൂടുതലും ഞാൻ ആ വാക്കുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റെപ്പറ്റീഷനാണ് റോബോട്ടിക് അഫർമേഷൻ. അതാണ് യാന്ത്രികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫീലിങ്സ് അല്ല ഇവിടെ കീ ആയിട്ട് പ്രവർത്തിക്കുന്നത്. റെപ്പറ്റീഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. വാക്കുകളിലും ആ സൗണ്ടിലുമാണ് അത് പ്രവർത്തിക്കുന്നത്. ആ സൗണ്ടാണ് ഇവിടെ ഒരു മോഡുലേഷൻ ആയിട്ട് വർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ട കാര്യം. ഇപ്പൊ പണത്തിന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ എല്ലാ കാര്യത്തിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടത്, ഐ എം സക്സസ്ഫുൾ, അത്രയും മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എനിക്ക് ആ ജോലി ലഭിച്ചു, എവിടെ? ഇന്ന കമ്പനിയിൽ. അപ്പൊ എനിക്ക് ജോലി ലഭിച്ചു ഇന്ന കമ്പനി അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം. പിന്നെന്താ പറയാ, വിവാഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ വിവാഹം ഉറപ്പിച്ചു. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് പാർട്ട്ണറെ എനിക്ക് ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ വിവാഹം, ജോലി, ഇനി എല്ലാത്തിനും എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുക, അത് വിജയിക്കുന്ന ആളാണെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഐ ആം സക്സസ്ഫുൾ, ഐ ആം സക്സസ്ഫുൾ, ഐ ആം സക്സസ്ഫുൾ, ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതേപോലെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരാൾ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. ഇത്തിരി ലേറ്റ് ആയി പോയി. അപ്പൊ സാധാരണ അഫർമേഷൻ പോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതാണ്? നമ്മൾ റെപ്പിറ്റീഷൻ ആണ് ഇവിടെ, കൺസിസ്റ്റന്റ് ആയിട്ട് പോണം. ഇനി ഇത് എത്ര ദിവസം ചെയ്യണം? മിനിമം 21 ഡേയ്സ് ചെയ്ത് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാം. അല്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം, ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഗ്രഹമല്ലേ പറയുന്നത്, അപ്പൊ ആഗ്രഹം ലഭിക്കുന്നവരെ നിങ്ങൾക്കിത് പറയാം. ഇത് മിക്കവരും ഇതിന്റെ സക്സസ് സ്റ്റോറി പറഞ്ഞപ്പോ സാധാരണ അഫർമേഷനേക്കാൾ കുറച്ചുകൂടി റോബോട്ടിക് അഫർമേഷൻ ആണ് അവർക്ക് വർക്ക് ചെയ്തേക്കണേ. ലോ ഓഫ് അട്രാക്ഷനിലെ പല ടെക്നിക്കുകളും ചെയ്തിട്ടും അവർക്ക് റിസൾട്ട് കിട്ടിയേക്കണതൊക്കെ റോബോട്ടിക് അഫർമേഷൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. റോബോട്ടിക് അഫർമേഷനിലെ ഫീലിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇമോഷണൽ എന്ന് പറയുന്നത് വളരെ മിനിമം മാത്രമേ വേണ്ടുള്ളൂ. ബാക്കി മുഴുവനും നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് മുഴുവൻ റെപ്പറ്റീഷനിലൂടെയാണ്. നിരന്തരമായിട്ട് കൊടുക്കുന്ന വാക്കുകള്, സൗണ്ടുകള്, ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇങ്ങനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം സാധാരണ അഫർമേഷനിൽ നിന്ന് റോബോട്ടിക് അഫർമേഷൻ കുറച്ചുകൂടി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നാണ് നോക്കിയിട്ട്, അതായത് യൂട്യൂബിലൊക്കെ കുറെ പേരുടെ സക്സസ് സ്റ്റോറി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണവും ഇത് തന്നെ ആയിരിക്കാം. അപ്പൊ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ.
എന്നിട്ട് തീർച്ചയായിട്ടും ഇതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾ ഷെയർ ചെയ്യൂ. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അത് നോക്കുമ്പോൾ അവരിലും ഒരു വിശ്വാസം വരാനായിട്ട് കാരണമാകും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.